എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കാറുണ്ട്, നമ്മൾ കേരളത്തിൽ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ പഠിച്ചിട്ട് കേരളത്തിൽ തന്നെ ജോലിയോ ബിസിനസ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾ എന്തിനാണ് ഇംഗ്ലീഷ് പഠിക്കേണ്ടത് എന്നുള്ളത്. അപ്പം ഞാൻ അവരുടെ അടുത്ത് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ കേരളത്തിൽ പഠിക്കുന്നു, ഞാൻ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നിങ്ങൾ തൃശ്ശൂർ പഠിക്കുന്നു, തൃശ്ശൂരിൽ തന്നെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണ്. തൃശ്ശൂരിലുള്ള ഒരു നല്ല കമ്പനിയുടെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ, നിങ്ങൾ ആ ഇൻ്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഏത് ഭാഷയിലായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക? നിങ്ങളുടെ അടുത്ത് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ ഏത് ഭാഷയിൽ പറയാനായിരിക്കും അവർ ചോദിക്കുക? തീർച്ചയായും അത് ഇംഗ്ലീഷിലായിരിക്കും. അപ്പോൾ നിങ്ങൾ തൃശ്ശൂരിലാണോ, തിരുവനന്തപുരത്താണോ, കോഴിക്കോടാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്താണോ, കേരളത്തിന് പുറത്താണോ, ഇന്ത്യക്ക് പുറത്താണോ എന്നതൊന്നല്ല കാര്യം. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആണ്. ലോകം മുഴുവന് യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നിങ്ങളൊരു ഇമെയിൽ എഴുതുകയാണെങ്കിൽ, നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ എല്ലായിടത്തും നിങ്ങൾക്ക് ഇംഗ്ലീഷ് വേണം എന്നുള്ളത് തന്നെയാണ് സത്യം. അതുകൊണ്ട് തന്നെ ഞാൻ കേരളത്തിലുള്ള ആളാണ്, ഞാൻ തൃശ്ശൂരിൽ മാത്രം ജോലി നോക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. നിങ്ങളൊരു സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ, നിങ്ങളൊരു പ്രീമിയം കസ്റ്റമറുടെ അടുത്ത് പോകുമ്പോൾ ആ കസ്റ്റമർ തീർച്ചയായിട്ടും ഇംഗ്ലീഷ് ആയിരിക്കും സംസാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവും? നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ കസ്റ്റമറെ നഷ്ടപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി നിങ്ങളൊരു നല്ലൊരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു മൾട്ടിനാഷണൽ കമ്പനി ആണെങ്കിൽ, ആ കമ്പനിയുടെ സീനിയർ ഒഫീഷ്യൽസ് കേരളത്തിൽ നിന്നാകുമെന്നുള്ള ഒരു ഉറപ്പുമില്ല. ചിലപ്പോൾ അവർ മലയാളം അറിയാത്ത മലയാളികളാവാം, കേരളത്തിന് പുറത്തുള്ള ഇന്ത്യക്കാരാകാം, ചിലപ്പോൾ അവർ ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള ആളുകൾ തന്നെയാകാം. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് നമുക്ക് തീർച്ചയായും ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ എല്ലാവരും നമ്മുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള, ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം എന്നതാണ്.